ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള സ്നാപക യോഹന്നാൻ്റെ അവസാനത്തെ സാക്ഷ്യമാണ്. വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം ഏറെ ഹൃദയസ്പർശിയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ സ്നാപകൻ്റെ അറസ്റ്റിന് ശേഷമാണ് ക്രിസ്തു തൻ്റെ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ വസ്തുത വിവരിക്കുന്നതും ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകന് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ജനം സ്നാപകനെ വിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനെ ചൊല്ലി സ്നാപകൻ്റെ ശിഷ്യർ സ്നാപകനോട് പരാതിപ്പെട്ടു. എന്നാൽ സ്നാപകൻ ആകട്ടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നതിൽ സംതൃപ്തനാകുന്നു. സ്നാപകൻ പ്രത്യുത്തരിക്കുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇന്നത്തെ തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അതുല്യമായ ശ്രേഷ്ഠത പ്രഖ്യാപിക്കുകയും യേശുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. യേശുവാണ് രക്ഷകൻ അല്ലെങ്കിൽ മിശിഹ. താൻ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ അയക്കപ്പെട്ടവനാണ്. അതിനാൽ യേശുവിന് ലഭിക്കുന്ന ജനസമ്മതിയിലും പ്രശസ്തിയിലും താൻ സന്തോഷിക്കുന്നു. യേശുവാണ് മണവാളൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ജനം അവിടുത്തെ മണവാട്ടിയാണ്. താൻ മണവാളനായ യേശുവിൻ്റെ സ്നേഹിതനാണ്. പഴയ നിയമത്തിൽ ദൈവജനമായ ഇസ്രായേലിനെ യഹോവയായ ദൈവത്തിൻ്റെ മണവാട്ടിയായാണ് പ്രവാചക ഗ്രന്ഥങ്ങൾ ചിത്രീകരിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവരനും സഭ അവിടുത്തെ വധുവുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യേശുവിനെ മണവാളനായും യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന ജനത്തെ മണവാട്ടിയായും ചിത്രീകരിക്കുന്നു. യേശു മണവാളനാണെങ്കിൽ സ്നാപകൻ മണവാളൻ്റെ സ്നേഹിതനാണ്. മണവാളൻ്റെ അടുത്തേക്ക് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുക, വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തുക, വിവാഹാഘോഷങ്ങൾക്ക് നേതൃത്വം വഹിക്കുക എന്നിവയാണ് സ്നേഹിതൻ്റെ ദൗത്യങ്ങൾ. സമാന്തര സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ എന്ന വചനത്തിലും യേശുവിനെ മണവാളനായി ചിത്രീകരിക്കുന്നുണ്ട്. മണവറത്തോഴരിൽ പെട്ടവനാണ് മണവാളൻ്റെ സ്നേഹിതൻ. അതിനാൽ സമാന്തര സുവിശേഷങ്ങളിലും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ക്രിസ്തുവിനെ ദൈവജനത്തിൻ്റെ മണവാളനായി ആദിമകാലം മുതലേ കണക്കാക്കുന്നു. ഈ ആദിമ പാരമ്പര്യത്തിൻ്റെ പ്രതിധ്വനിയാണ് സ്നാപകൻ്റെ സാക്ഷ്യത്തിലും കാണാൻ കഴിയുന്നത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന വചനം സ്നാപക യോഹന്നാൻ്റെ ആധ്യാത്മികതയുടെ ആഴത്തെ വെളിപ്പെടുത്തുന്നു. പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് സ്നാപകൻ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന വചനം ഉരുവിടുന്നത്. ഇസ്രയേലിൻ്റെ ഒരു വലിയ പ്രവാചകനായി ജനം സ്നാപകനെ കണ്ടിരുന്നു. ചിലർ അദ്ദേഹത്തെ ക്രിസ്തുവായും കരുതിയിരുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണ് യേശു സ്നാപകൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നത്. എന്നാൽ സ്നാപകന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു. യേശുവിന് സാക്ഷ്യം വഹിക്കുകയും യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുകയുമായിരുന്നു സ്നാപകൻ ലക്ഷ്യം. താൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്നവനാണെന്ന ബോധ്യം സ്നാപകനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ജനങ്ങൾ പോകുകയും യേശുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്തപ്പോൾ സ്നാപകൻ സന്തോഷിക്കുന്നു. യേശു എല്ലാ പ്രകാരത്തിലും വളരണം, താനാകട്ടെ പടിപ്പടിയായി കുറയണം. ശൂന്യവൽക്കരണത്തിൻ്റെയും വിനയത്തിൻ്റെയും എളിമയുടെയും വലിയ സാക്ഷ്യമാണ് ഇവിടെ സ്നാപക യോഹന്നാൻ നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതവും മാതൃകയും. വിശുദ്ധ ക്രിസ്തോസ്തവം പറഞ്ഞിരിക്കുന്നു, പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള ഭ്രാന്തമായ ആഗ്രഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. സ്നാപകൻ്റെ സാക്ഷ്യം ഈ തിന്മയ്ക്കെതിരായ ആത്മീയ സമരത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിൽ താൻ കുറയുകയും ദൈവം തന്നിൽ വളരുകയും ചെയ്യുന്നത്
ആന്തരിക മനുഷ്യൻ്റെ അവസ്ഥാവിശേഷമാണ്. അവൻ ദൈവത്തിൽ പുരോഗതി പ്രാപിക്കുന്നു, ദൈവം അവനിൽ വളരുന്നു, മനുഷ്യൻ സ്വയം കുറയുന്നു. അങ്ങനെ അവൻ തൻ്റെ മഹത്വത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ദൈവമഹത്വത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു. കീർത്തിയും പ്രശസ്തിയും നേടാനും സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുവാനും വ്യത്യസ്ത തന്ത്രങ്ങൾ മെനയുകയും മനുഷ്യർ തമ്മിൽ കലഹിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതാണ് എവിടെയും കാണാൻ കഴിയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മാത്രമല്ല, മതാത്മക ആത്മീയ മേഖലകളിലും ഈ ദുഷ്പ്രവണത വർദ്ധിച്ചു വരുന്നു. മനുഷ്യൻ്റെ അഹന്തയുടെയും സ്വാർത്ഥതയുടെയും ദുഷ്ടതയുടെയും പ്രതിഫലനമാണിത്. യഥാർത്ഥ വിനയവും ആത്മശുദ്ധീകരണവും പരസ്നേഹ ചൈതന്യവും ആർജിച്ചാൽ മാത്രമേ നന്മ നിറഞ്ഞ പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയൂ. സ്നേഹവും സത്യവും പുലരുന്ന സമൂഹത്തിൽ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ആപ്തവാക്യം സ്നാപകൻ്റെ ആത്മീയ ദർശനമായിരിക്കണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. മറ്റുള്ളവരുടെ വളർച്ചയിൽ ആനന്ദിക്കുവാനും അതിനുവേണ്ടി നമ്മെ തന്നെ ശൂന്യമാക്കുവാനും സാധിക്കണമെങ്കിൽ ദൈവം നമ്മിൽ വളരണം. സ്നാപകൻ പഠിപ്പിക്കുന്ന ശൂന്യവൽക്കരണത്തിൻ്റെ ആത്മീയത പൂർണ്ണതയിൽ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം താഴ്ത്തുന്നവനെ ദൈവം യഥാകാലം ഉയർത്തും. തിരുവചനം ഉൾക്കൊണ്ട് സ്നാപകൻ്റെ ജീവിതവും സന്ദേശവും നൽകുന്ന പ്രചോദനത്താൽ പ്രേരിതരായി ക്രിസ്തു നമ്മിൽ വളരാനായി വിനയത്തോടെ വ്യാപരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.